ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ തന്നെ ഞാൻ കഴിച്ച കാര്യങ്ങളും എല്ലാം ഇതാ വരുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് മടിയായിരുന്നു കേട്ടോ. അപ്പോൾ വ്ളോഗിൽ പോവാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ശംഖുപുഷ്പമാണ് ഇന്നത്തെ ഘടകം. സാധാരണ ഞാൻ ലെമണും തേനും ചേർത്തിട്ടാണ് കുടിക്കുന്നത്. ഇന്നൊന്നും മാറ്റിപ്പിടിക്കാമെന്ന് വെച്ചു. കാണാം. രാവിലെ എനിക്ക് ചെറു ചൂടുവെള്ളം, അതിപ്പോൾ റീസെൻ്റ്ലിയാണ് ശംഖുപുഷ്പത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ ചിലപ്പോൾ ജീരക വെള്ളം കുടിക്കുമായിരുന്നു, ഏലയ്ക്ക, ഉലുവ, അങ്ങനെ ഏതെങ്കിലും. പിന്നെന്താണ്, ഇടയ്ക്ക് വെച്ച് തേനും നാരങ്ങയും കൂടി കുടിക്കുമായിരുന്നു. അപ്പം മാറി മാറിയാണ് എൻ്റെ ചൂടുവെള്ളം കുടി. ആദ്യം ഇതാണ് തുടക്കം. റീസെൻ്റ്ലി തുടങ്ങിയതാണ് കേട്ടോ ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഇട്ടുള്ള കുടി. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമായിരുന്നു. അച്ഛൻ പറഞ്ഞ് ഇപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. ഈ തുമ്മൽ, ശ്വാസം മുട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ലൊരു ആശ്വാസമാണ്. പിന്നെ രാവിലെ ഇത് കുടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. അങ്ങനെ ഇതിലൂടെയാണ് ഞാൻ എൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോൾ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അങ്ങ് മടിച്ചിട്ട് പിന്നെ പയ്യെയൊക്കെയാണ് എഴുന്നേറ്റത്. സാധാരണ ഇവിടെ എല്ലാ ദിവസവും ദോശയപ്പമാണ്. അങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റ് കൊടുത്തു. ഇന്ന് പുട്ടും കടലയാണ്. സാധാരണ ആളുകൾക്ക് പുട്ടെന്ന് കേൾക്കുമ്പോഴേ കലിയാണ്. പക്ഷേ എനിക്കും എൻ്റെ അമ്മയ്ക്കും പുട്ടിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പോരാത്തതിന് പയറും പപ്പടവും പഞ്ചസാരയോടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പക്ഷേ പപ്പടം ഇല്ലായിരുന്നു. ഞാൻ പിന്നെ പഞ്ചസാരയും പയറും വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പാറുവിന് ഈ പുട്ടെന്ന് കേൾക്കുന്നതേ കലിയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സൺഡേ ഇന്ന് പുട്ടും പയറും പഞ്ചസാരയുമായിരുന്നു. പഞ്ചസാര എനിക്ക് കുറച്ചിടണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഒരു 12:15 നിങ്ങൾ ആ ക്ലോക്ക് നോക്കിയാൽ അറിയാം. ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ഓറഞ്ച് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അത് എടുത്തുകൊണ്ട് വരാൻ ദേവയോട് ഒരു 3-4 തവണ പറഞ്ഞിട്ടാണ് ആശാൻ അതും എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദാ വരുന്നു വിനോദും പാറുവും കൂടി. ചേച്ചിയുടെ മോള് മലയ്ക്ക് പോകുന്നു. അങ്ങനെ കഞ്ഞിയും കറിയുമായിട്ട് കുറേ വർഷങ്ങളായി കേട്ടോ ഞാനിത് കഴിച്ചിട്ട്. അങ്ങനെ അത് നല്ല ആസ്വദിച്ചങ്ങ് ഒരു 1:30-2 മണിയായപ്പോൾ കഴിച്ചു. അതിന് ശേഷം ഒരു 4:30-5 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് അച്ഛൻ നമ്മുടെ എഴുത്താണിയിലെ വെട്ടുകേക്ക്, ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ നാവിൽ വെള്ളം ഊറുവാണ്. ഫേമസ് ആണ് കേട്ടോ. ഇത് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ചൂട് മസാല ദോശയാണ് കേട്ടോ. പെട്ടെന്ന് എനിക്കൊരു കൊതി തോന്നിയതാണ് കേട്ടോ മസാല ദോശയോട്. അപ്പോഴും തന്നെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതും കൊണ്ടുവന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഫുഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.